കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വീണ്ടും ലഹരി വസ്തുക്കൾ പിടികൂടി. 2 കുപ്പി മദ്യവും 3 കെട്ട് ബീഡിയുമാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. സൂപ്രണ്ടിന്റെ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അർജുൻ കല്യാടുണ്ട് വിശദാംശങ്ങളുമായി. അർജുൻ, നേരത്തെ ഫോണൊക്കെ കണ്ടെത്തിയ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷയും നിരീക്ഷണവും ഒക്കെ ശക്തമാക്കിയിരുന്നല്ലോ. ഇപ്പോൾ വീണ്ടും ലഹരി വസ്തുക്കളാണല്ലേ പിടികൂടിയിരിക്കുന്നത്? ആര്യ, തീർച്ചയായിട്ടും കണ്ണൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി, പ്രത്യേകിച്ച് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിന് പിന്നാലെ നടന്നിട്ടുള്ള ശക്തമായിട്ടുള്ള പരിശോധനയിലെല്ലാം മൊബൈൽ ഫോണുകളും ലഹരി വസ്തുക്കളുമൊക്കെ കണ്ടെത്തുന്നത് ഒരു നിത്യസംഭവമായിരുന്നു. എന്നാൽ ഇടക്കാലത്ത് ചെറിയ ഇടവേള ഈ പറയുന്ന രീതിയിൽ ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ 2 മദ്യക്കുപ്പികളും 3 കെട്ട് ബീഡിയും പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഹോസ്പിറ്റൽ ബ്ലോക്കിന്റെ മതിൽക്കെട്ടിന്റെ സമീപത്ത് പരിശോധന നടത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഈ മദ്യക്കുപ്പിയും ബീഡിയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുന്നത് എന്നുള്ളതാണ് ടൗൺ പോലീസിൽ നൽകിയിട്ടുള്ള സൂപ്രണ്ടിന്റെ പരാതിയിൽ പറയുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ടൗൺ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നേരത്തെ ഈ സെൻട്രൽ ജയിലിന്റെ വളപ്പിനകത്തേക്ക് അതിക്രമിച്ച് കടക്കുകയും ഈ വലിയ മതിൽക്കെട്ടിനപ്പുറത്തേക്ക് കൃത്യമായ രീതിയിൽ പ്ലാനിങ്ങോടുകൂടി, കൃത്യമായ ആസൂത്രണത്തോടുകൂടി മദ്യവും മൊബൈൽ ഫോണുകളും ലഹരി വസ്തുക്കളും കഞ്ചാവും ഉൾപ്പെടെ എറിഞ്ഞു നൽകുന്ന സംഘത്തിൽപ്പെട്ട 2 പേരെ നേരത്തെ പിടികൂടിയിരുന്നു. പോലീസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടക്കുകയും പ്രതികൾ റിമാൻഡിൽ കഴിയുകയുമൊക്കെയാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതാണ്. നേരത്തെ തന്നെ ഈ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിലേക്ക് എത്തിയിട്ടുള്ള വിദഗ്ധ സമിതിയിലെ അംഗങ്ങൾ പോലും ഇത്തരത്തിൽ സെൻട്രൽ ജയിലിൽ മൊബൈൽ ഫോണുകളും ലഹരി വസ്തുക്കളും ഒക്കെ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള ഒരു പരിശോധന, ഒരു പട്രോളിംഗ് സംവിധാനം പോലും അവിടെ ഉണ്ടാവണമെന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതിന് പുറമെ എല്ലാ ഭാഗങ്ങളിലും CCTV ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ പതിയാൻ പാകത്തിലുള്ള CCTV ക്യാമറകൾ ക്രമീകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിരുന്നു. അതെല്ലാം ആ നിർദ്ദേശവും അത്തരത്തിലുള്ള ചില തീരുമാനങ്ങളും ഒക്കെ മുന്നിൽ നിൽക്കുകയാണ് വീണ്ടും ഇത്തരത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും മദ്യവും ബീഡിക്കെട്ടുകളും ഒക്കെ പിടികൂടുന്നത് അത്യന്തം ഗൗരവം തന്നെയാണ്. ഈ സംഭവങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നില്ല. കാരണം ഇത്തരത്തിൽ ഇതില്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ചില നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങളും സർക്കാർ തലത്തിലുള്ള ഇടപെടലുകളും ഒക്കെ ഉണ്ടാവുന്നു എങ്കിൽ കൂടിയും അത് പൂർണ്ണമായും ഇപ്പോഴും ഇല്ലാതാക്കാൻ വേണ്ടി ഈ സംവിധാനങ്ങൾക്കും ഈ തീരുമാനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള ഈ സംഭവം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ടൗൺ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ ജയിലിനകത്തേക്ക് എറിഞ്ഞു നൽകിയതിന് സമാനമായി, അല്ലെങ്കിൽ ആ സംഘത്തിൽപ്പെട്ട 2 പേരാണ് അന്ന് പിടിയിലായിരുന്നത്. അതിന് സമാനമായി മറ്റ് സംഘങ്ങളിൽപ്പെട്ടവരോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളോ ഒക്കെ ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. അവരെ ഉൾപ്പെടെ ഈ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആൾക്കാരെ സംശയത്തിലൊക്കെ ഉണ്ടായിരുന്നു. ആ സംശയത്തിലുള്ള വ്യക്തികളെ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുമെന്നുള്ളതാണ് ടൗൺ പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും വിശദമായ രീതിയിലുള്ള അന്വേഷണം നടക്കണം എന്നുള്ളതാണ് പൊതുവെ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആവശ്യമെന്ന് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിശദമായ അന്വേഷണത്തിനാണ് ഇപ്പോൾ ടൗൺ പോലീസ് തയ്യാറെടുക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് മദ്യവും ലഹരി കുപ്പിയും ഒക്കെ കണ്ടെത്തിയിരിക്കുന്നത്. അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.